ചെന്നൈയിൽ അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ നിന്ന് താഴെ വീണ കുഞ്ഞിനെ സാഹസികമായി രക്ഷപ്പെടുത്തി. രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് വീണ കുട്ടി മേൽക്കൂരയിൽ അകപ്പെടുകയായിരുന്നു. കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. அந்த வீட்டுக்காரங்க இல்லையா? எந்த வீட்ல இருந்து விழுந்துதான் குழந்தை தெரியல. எந்த வீட்ல இருந்து விழுந்தது குழந்தை? ஐயோ கடவுளே கடவுளே பச்சைமா பச்சைமா അനീഷ് ശിവദാസ് ചെന്നൈയിൽ ചെന്നു. അനീഷ്, ഭയാനകമായ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്ന രണ്ടാം നിലയിൽ മേൽക്കൂരയിൽ കുടുങ്ങിയത് കൊണ്ട് മാത്രം അവിടെ തങ്ങി നിന്നു കുട്ടി എന്നല്ലേ? എങ്ങനെയായിരുന്നു രക്ഷാദൗത്യം? എന്താണ് സംഭവിച്ചത് ശരിക്കും? സുഹേൽ, ചെന്നൈ തിരുമുല്ലവായിലെ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഈ നടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പാർട്ട്മെന്റിലെ രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് അബദ്ധത്തിൽ കുഞ്ഞ് മേൽക്കൂരയിലേക്ക്, ഒരു പ്ലാസ്റ്റിക് മേൽക്കൂരയിലേക്ക് വീഴുകയായിരുന്നു. ഇവിടെ കുടുങ്ങി നിന്ന കുഞ്ഞിനെ സമീപവാസികളാണ് സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഈ സമീപവാസികളുടെ സമയോചിത ഇടപെടലാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്തരമൊരു അവസ്ഥയിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. ഒരു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന കുഞ്ഞാണ് ഇത്തരത്തിൽ ബാൽക്കണിയിൽ നിന്ന് വീണ് മേൽക്കൂരയിൽ അകപ്പെട്ടത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ സമീപവാസികൾ വലിയ ബെഡ്ഷീറ്റുകൾ വിരിച്ച് താഴെ കുഞ്ഞിനെ വീഴുകയാണെങ്കിൽ പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇതിനിടെ ഒന്നാം നിലയിൽ കയറിയ യുവാക്കൾ മുകളിലേക്ക് കയറി കുഞ്ഞിനെ രക്ഷിക്കാനും ശ്രമം നടന്നു. ഏറെ നേരത്തെ ദൗത്യത്തിനൊടുവിലാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ പിന്നീട് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പുറത്തെത്തിക്കാനായത്. ഏതായാലും സമീപവാസികളുടെ സമയോചിതമായ ഇടപെടലാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായത്. അല്പമെങ്കിലും വൈകിയിരുന്നെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്നതായിരുന്ന ഒരു സ്ഥിതിയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. സുഹേൽ, ശരി, സമയോചിതമായ സമയബന്ധിതമായ ഇടപെടൽ, ആരും അന്താളിച്ചില്ല, പകച്ചു നിന്നില്ല, കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നത് തന്നെ പ്രയോറിറ്റി നൽകി. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആ കുഞ്ഞുകുട്ടിയെ, ചെറുകുട്ടിയെ അവിടെയുള്ള ഫ്ളാറ്റിലുള്ളവർ തന്നെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. கடவுளே கடவுளே பச்சைமா பச்சைமா ഭയാനകമായ പകച്ചുപോകുന്ന ദൃശ്യങ്ങൾ. പക്ഷേ കുഞ്ഞിനെ രക്ഷിച്ചതിന്റെ ആശ്വാസം, സന്തോഷം. അനീഷ് ശിവദാസ് ആണ് ചെന്നൈയിൽ നിന്ന് സംയോജിതമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും പ്രേക്ഷകർ നൽകിയത്.